നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ, പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാർലമെൻറ്റിലെയോ നിയമസഭകളിലെയോ അംഗബലത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത്. ആ പ്രസ്ഥാനം സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം വിലയിരുത്തപ്പെടേണ്ടത്. CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 2 മധുരയിൽ ആരംഭിക്കുകയാണ്. മധുര പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കും. Рабочая крестьянская революция, о необходимости которой все время говорили большевики, совершилась. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ലോകത്താകെ ഉണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയിലുമുണ്ടായി. തൊഴിലാളികളും കർഷകരും ചെങ്കൊടിക്ക് കീഴിൽ അണിനിരന്നു. 1920 ഒക്ടോബർ 17 സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ടിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. സ്വാതന്ത്ര്യത്തിനും ജന്മിത്തത്തിൽ നിന്നും ഫ്യൂഡലിസത്തിൽ നിന്നുമുള്ള മോചനത്തിനും വേണ്ടി നടന്ന പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായത് ആയിരങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ വലതുപക്ഷവൽക്കരണത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായി 1964 പാർട്ടി പിളർന്നു. CPIM എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. ആ പിളർപ്പ് ശരിയെന്ന് കാലം തെളിയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടായിരുന്നു. ഇന്ന് ലോക്സഭയിൽ 3 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഭരണം കേരളത്തിൽ മാത്രം. എന്നാൽ ലോകത്തെവിടെയും അധികാര കേന്ദ്രങ്ങളിലെ അംഗബലം കൊണ്ട് മാത്രം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിലയിരുത്താനാകില്ല. 90കളിൽ ഗ്ലോബലൈസേഷൻ ആരംഭിച്ചപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയിൽ പാർലമെന്റിനകത്തായാലും പുറത്തായാലും നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് CPM. അപ്പോൾ CPMനെ ആഗോളവൽക്കരണവാദികളായ ഈ നിയോലിബറൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായ എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നിച്ചു നിന്ന് എതിർക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുവായി CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അവരുടെ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിയോലിബറൽ മൂലധന ശക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ രീതിയിലുള്ള എതിർപ്പിൻ്റെ ഫലമായിട്ട് അതിന് ദുർബലാവസ്ഥകളുണ്ടായി. ഗത്യന്തരമില്ലാതെയാണ് രാജ്യത്തെ കർഷകർ തെരുവിലിറങ്ങിയത്. അരാഷ്ട്രീയമാകുമായിരുന്ന ഈ സമരത്തിന് രാഷ്ട്രീയ ദിശാബോധം നൽകിയത് CPIM ആണ്. കാർഷിക പരിഷ്കരണ നിയമങ്ങൾ എന്ന പേരിലുള്ള കോർപ്പറേറ്റ് നിയമങ്ങൾ ഗത്യന്തരമില്ലാതെ മോദി സർക്കാർ പിൻവലിച്ചു. അഴിമതിപ്പണം രഹസ്യമായും സുരക്ഷിതമായും നിയമപരമായും കൈമാറണം. ഇതിനായി മോദി സർക്കാർ തുടങ്ങിയ സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇടതുപക്ഷം ഒഴികെയുള്ള പ്രമുഖ പാർട്ടികളെല്ലാം ഈ കോഴ ഇടപാടിൽ പങ്കാളികളായി. ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് അന്നത്തെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമെന്ന് വിധിച്ചു. പുറത്തു വന്നത് വൻ കോഴ ഇടപാടുകളുടെ വിശദാംശങ്ങൾ.
സീതാറാം യെച്ചൂരി നിയമപോരാട്ടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ കോഴ ഇടപാടുകൾ ഒന്നും പുറത്തു വരുമായിരുന്നില്ല. ഗുജറാത്ത് കലാപ സമയത്ത് സംഘപരിവാറുകാർ ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തു. കൊടും ക്രിമിനലുകളെ കോടതി ശിക്ഷിച്ചു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ 75ാം വാർഷികം എന്ന കാരണം പറഞ്ഞ് ക്രിമിനലുകളെ കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും ചേർന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഈ അനീതിക്കെതിരെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു. സുപ്രീം കോടതി സംഘപരിവാർ കൊടും ക്രിമിനലുകളെ വീണ്ടും ജയിലിലേക്ക് അയച്ചു. സുഭാഷിണി അലി ഇത്തരമൊരു നിയമപോരാട്ടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതിലെ പല ക്രിമിനലുകളും BJPയുടെ MP-മാരും MLA-മാരുമെല്ലാം ആകുമായിരുന്നു. BJP ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. വീടുകൾ, സ്ഥാപനങ്ങൾ എല്ലാം ഇടിച്ചു നിരത്തപ്പെടുന്നു. ക്രൂരമായ ന്യൂനപക്ഷ വേട്ടകൾ നടക്കുമ്പോൾ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുന്നത് ഇടതുപക്ഷം മാത്രമാണ്. മോദിയുടെ ഡബിൾ എഞ്ചിൻ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ഭീകരവാദം ശക്തിപ്പെടുകയാണ്. രാജ്യത്തെ ഏറ്റവും അശാന്തമായ പ്രദേശമായി മണിപ്പൂർ മാറി. ഇൻക്ലാബ് സിന്ദാബാദ്. ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇത്തവണ ഒരു അപൂർവ സഖ്യം രൂപം കൊണ്ടു. BJPയും ജമാഅത്തെ ഇസ്ലാമിയും കൈകോർത്തു. കുൽഗാമിലെ CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ കുൽഗാം വീണ്ടും ചുവന്നു. वापस भाव तशरस मज सारी याद कर काल गो लाल दद नंदरेश आलव दुतमुत सारी समहाव ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയാണ്. ഭാഷാഭേദങ്ങളോ മറ്റ് ഗോത്ര മതഭേദങ്ങളോ ഇല്ലാതെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും സ്വീകരിച്ചിരിക്കുന്ന പാർട്ടിയാണ് CPM. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 7 പർവ്വത സംസ്ഥാനങ്ങളിലും CPM ഘടകമുണ്ട്. അൻഡമാൻ ദ്വീപ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിൻ്റെ വിദൂര ദ്വീപ് സമൂഹങ്ങളിൽ CPM ഉണ്ട്. CPM ഇല്ലാത്ത ഇന്ത്യയിലെ ഒരു പ്രദേശവുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മതത്തിനും വംശത്തിനും ഭാഷയ്ക്കൊക്കപ്പുറം ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയാണ് CPM, ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇന്നതിന് തിരിച്ചടികളുണ്ടെങ്കിലും തിരിച്ചു വരാനാവാവുന്ന തരത്തിലുള്ള എല്ലാ ഘടനാപരമായ സംഘടനാപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ എല്ലായിടത്തും വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയിൽ നമുക്കറിയാം. ശ്രീലങ്കയിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും 3 സീറ്റ് മാത്രമാണ് പാർലമെന്റിലേക്ക് കിട്ടിയത്. ആ രാജ്യത്ത് 2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മഹാഭൂരിപക്ഷം നേടിക്കൊണ്ട്
അവിടെ അധികാരം ഉറപ്പിക്കാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചടികൾ, മതം, വംശീയത, വർഗീയത, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം, വലതുപക്ഷ പ്രചാരവേലകൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഏതൊരു രാജ്യത്തും പൊതുവെ പുരോഗമന ശക്തികൾ, ഇടതുപക്ഷ ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടും. പക്ഷേ ആ പ്രതികൂലതകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ശക്തരായി, കരുത്തരായി കമ്മ്യൂണിസ്റ്റുകാർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് ലോകത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒക്കെ ചരിത്രം കാണിച്ചിട്ടുള്ളത്. നേരത്തെ CPIM 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഭരണം നഷ്ടപ്പെട്ടു. ഈ 2 സംസ്ഥാനങ്ങളിലും CPIM ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ഈ സംസ്ഥാനങ്ങളിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? 33 വർഷം പശ്ചിമ ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചു. കാർഷിക സംസ്ഥാനമായ ബംഗാളിനെ ഒരു വ്യാവസായിക സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ സിംഗൂർ, നന്ദിഗ്രാം തുടങ്ങിയ വ്യവസായ പദ്ധതികൾ വിഭാവന ചെയ്തത്. എന്നാൽ പദ്ധതികൾക്കെതിരെ ഒരു വിശാല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യം രൂപം കൊണ്ടു. ഈ പദ്ധതികളുടെ പേരിൽ ഭൂമി തട്ടിയെടുക്കുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. സിംഗൂരും നന്ദിഗ്രാമും സംഘർഷഭരിതമായി. ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ ഇരു പദ്ധതികളും ഉപേക്ഷിച്ചു. 2011 മമതാ ബാനർജി സർക്കാർ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 14 വർഷങ്ങൾക്കിടയിൽ ബംഗാളിൽ ഒരൊറ്റ പുതിയ വ്യവസായം പോലും വന്നില്ല. इधर जो देशोत्तरपद जो ममता दीदी का शासन है ना, तो शासन में जो भी पहला आया था उसका स्लोगन था माँ माटी मानुस। तो अभी जो हुआ है तो सिंगूर में माटी तो नहीं रहा है हमारा मानुस के पास। तो अभी कोई बेकार जो लोग युवक है कोई चाकरी नहीं है। अभी चाकरी के लिए विभिन्न जगह आपका केरला में जा रहा है, आपका बॉम्बे में जा रहा है, विभिन्न स्टेट में जा रहा है, इधर कोई काम नहीं है। अभी एक जो काम है ना, तो 8 घंटा जो ड्यूटी था, अब हमारा जो वामफ्रंट का मतलब 8 घंटा ड्यूटी था, अभी सब कारखाना में 12 घंटा ड्यूटी हो गया। ബംഗാളിലെ ചെറുപ്പക്കാർ തൊഴിൽ തേടി കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. इधर काम नहीं है, इधर काम नहीं, बाहर जाकर काम किया। कलकत्ता में ज़्यादा पैसा नहीं मिलता है। कितना एक दिन कितना मिलता है? 70 रुपये अच्छा कोई मिलता है। उधर कितना मिलता है? केरला में 1000 रुपये मिलता है। 1000 रुपये मिलता 1000 रुपये। इधर कहाँ में घर? घर हाँ, मिदनापुर। मिदनापुर में। उधर काम नहीं है। अच्छा, ഭരണരംഗത്ത് സർവത്ര അഴിമതിയാണ്. പാർത്ഥ ചാറ്റർജി, ജ്യോതിപ്രിയ മാലിക്, അനുപ്രത മണ്ഡൽ എന്നീ നേതാക്കളെല്ലാം ജയിലിലായി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ബംഗാൾ വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത നാടായിരുന്നു. ഇന്ന് ബംഗാൾ കലാപ കലുഷിതമാണ്. Actually, during the left regime, left could never be called tainted, or not a single corruption case was raised against them. Even the opposition, they opposed on so many issues like land issues in connection with Singur and Nondigram. But corruption was one thing that was never associated with the left front government, be it Jyoti Basu and after that Buddhadev Bhattacharya, who was considered thoroughly an honest man.
ബംഗാളിൽ എവിടെയും ഇന്ന് സ്ത്രീകൾ സുരക്ഷിതരല്ല. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി കൊലപ്പെടുത്തി. തെളിവുകൾ തേച്ചുമാച്ചു കളഞ്ഞു. മുഖ്യപ്രതിക്ക് വധശിക്ഷ പോലും ലഭിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം നഷ്ടപ്പെട്ടതോടെ ബംഗാൾ മുന്നോട്ടല്ല പിന്നോട്ടാണ് പോയത്. ത്രിപുരയിലെ കാര്യങ്ങളും സമാനമാണ്. BJP രണ്ടാം തവണയും അധികാരത്തിൽ വന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു. ഗോത്രവർഗക്കാരെ കൈപ്പിടിച്ചുയർത്താൻ നൃപൻ ചക്രവർത്തി, ദശരഥ് ദേവ്, മണിക് സർക്കാരുകൾക്ക് സാധിച്ചിരുന്നു. BJP അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി. ഗോത്രവർഗ മേഖലയിൽ ഇന്ന് ഭീകരവാദം ശക്തിപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് എന്താണ് പ്രയോജനം? കമ്മ്യൂണിസ്റ്റുകാർ വികസന വിരുദ്ധരാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ വികസനം ഉണ്ടാവുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഇതെല്ലാം ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് കേരളം. ഇന്ത്യ മാത്രമല്ല, ലോകമൊട്ടാകെ ഇന്ന് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തുരുത്താണ് ഈ കേരളം. ലോകത്ത് ബാലറ്റ് പേപ്പറിലൂടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. ഒന്നാം EMS സർക്കാർ. ആ സർക്കാരിനെ അമേരിക്കൻ പണം കൈപ്പറ്റി സംഘടിപ്പിച്ച വിമോചന സമരത്തിലൂടെ താഴെ ഇറക്കി. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തളരുകയല്ല, വളരുകയാണ് ഉണ്ടായത്. ചരിത്രം സൃഷ്ടിച്ച് ഇന്ന് ഇടതുപക്ഷം കേരളത്തിൽ തുടർഭരണം നടത്തുന്നു. CPIM-നെ ഉന്മൂലനം ചെയ്യാനായി കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കൈകോർത്തു. അവർ കെട്ടിപ്പോക്കിയ കള്ളക്കഥകളുടെ ചീട്ടുകൊട്ടാരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി തകർന്നു വീണു. ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. സംഘപരിവാറിനെ ഏറ്റവും ശക്തമായി ചെറുക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നു. 15ാം ധനകമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതി വിഹിതം പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിഹിതം. കേരളത്തിലെ മന്ത്രിമാർക്ക് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ വിദേശത്തേക്ക് പോകാൻ അനുമതിയില്ല. ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കൊന്നും കേരളത്തിന് അർഹമായ പണം നൽകില്ല. ഒരു പ്രകൃതി ദുരന്തം നടന്നാൽ കേന്ദ്രം നയാ പൈസ കേരളത്തിന് സഹായം നൽകില്ല. പക്ഷേ എല്ലാറ്റിനെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുന്നു. തൊഴിൽ തേടി മാത്രമല്ല, സ്വൈരമായി വിവാഹം കഴിക്കാനും സ്വൈരമായി ജീവിക്കാനും ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ജനങ്ങൾ കുടിയേറുന്നു. കമ്മ്യൂണിസത്തിന് എന്താണ് പ്രസക്തി എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കേരളം.
എനിക്ക് ആവശ്യം 100 മണ്ടന്മാരെയല്ല, ഒരു ബുദ്ധിമാനെയാണ്. ഇങ്ങനെ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. അംഗബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ആദർശാധിഷ്ഠിത നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടത്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.